പടത്തിൻ്റെ മേക്കിംഗ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് മൂവിയാണ്. ഒരു സാധാരണ ഒരു എന്താ പറയുക, നമ്മളൊരു അന്വേഷണ കഥകളൊക്കെ കാണുന്നതിലൊരു ഡിഫറൻസ് ഉണ്ട് ഇതിൽ കണ്ടിട്ട്. പെർഫോമൻസ് എല്ലാം ടോപ്പ് നോച്ച്. ടോവിനൊക്കെ ഫൈറ്റ് സീൻ എല്ലാം നൈസ്. ലാസ്റ്റ് കുറേ സീൻസ് ഉണ്ട്, അടിപൊളിയാണ്. ലാസ്റ്റുള്ള ഒരു ആക്ഷൻ പെർഫോമൻസ്, അതിൻ്റെ റിയൽ ക്യാരക്ടർ പുറത്തോട്ട് വരുന്നത്, അതിനകത്ത് ഐ വാസ് റിയലി ത്രിൽഡ്. എക്സ്ട്രീം പെർഫെക്ഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് ഒരു പോയിന്റ് പോലും മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. ആക്ഷൻ സീക്വൻസ് ഒക്കെ വേറെ ലെവൽ സാധനമാണ്. നിങ്ങൾ ഇതുവരെ മലയാളം സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആണ് ഇതിൽ വരുന്നത്. എടുത്ത് പറയേണ്ടത് ജേക്സ്പിയറുടെ മ്യൂസിക്കും ഓരോ സീനിലെ സീനിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു 60% ഉണ്ടെങ്കിൽ അതൊരു 90% ആക്കാൻ നമ്മുടെ ജേക്സ്പിയറുടെ ബീജം നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പടം ഒരു ആവറേജാണ് തോന്നിയത്. പടം ഞാൻ വിചാരിച്ച പോലെയല്ല. ട്രെയിലറെല്ലാം കാണുമ്പോൾ നമുക്കൊരു, പിന്നെ സംവിധായകൻ്റെ പഴയ സിനിമ നോക്കിയാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ആ ഒരു ജോണറാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പടം കാണുമ്പോൾ ഒരു ആക്ഷൻ ഫിലിം, കുറച്ചുകൂടി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു മാസ്റ്റർ സീൻസൊക്കെ ഉള്ളൊരു കൊമേഴ്ഷ്യൽ ഫിലിം പോലെ ആയിപ്പോയി പടം. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്കൊരു, ഇവർ പറഞ്ഞല്ലോ മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു 40 മിനിറ്റ് ആയിരിക്കും ഈ പടത്തിൻ്റെ അവസാനം ഉള്ളത്. പക്ഷേ ആ സീൻസാണ് എനിക്ക് അത്യാവശ്യം ബോറടിപ്പിച്ചത്. ആ ഒരു ബിഗ് ക്യാൻവാസുള്ള സംഭവം കാണിക്കാനായിട്ട് അത്യാവശ്യം വലിച്ചു നീട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പടത്തിൻ്റെ ആ ഒരു ഫീലേ പോയി ടോട്ടലി. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ടോവിനോ ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയായി. പിന്നെ വിനയരായുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായി. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ആക്ഷനുണ്ട്, അതുകൊണ്ട് എല്ലാം ഉണ്ട്. പടത്തിൻ്റെ മേക്കിംഗ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് മൂവിയാണ്. ഒരു സാധാരണ ഒരു എന്താ പറയുക, നമ്മളൊരു അന്വേഷണ കഥകളൊക്കെ കാണുന്നതിലൊരു ഡിഫറൻസ് ഉണ്ട് ഇതിൽ കണ്ടിട്ട്. കൊള്ളാം. നല്ല ഒരു ലാഗൊന്നും ഇല്ലാതെ നമുക്ക് കണ്ടിരിക്കാം. ഒരു ടോവിനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൽ വില്ലനും നല്ല സൂപ്പറാണ്. കൊള്ളാം, നല്ലൊരു പടം. ആക്ഷൻ കൊള്ളാം, നല്ല പെർഫെക്റ്റ് ആക്ഷനാണ്. കൊള്ളാം. ടോവിനോ ആയാലും ആ ഇതായാലും നല്ല നന്നായിട്ടുണ്ട്. വില്ലനായാലും നല്ല അടിപൊളി. എൻഗേജിങ് ആണ്. ലാഗൊന്നുമില്ല പടത്തിൽ, വലിയ ലാഗൊന്നുമില്ല. ഒരു എൻഗേജിങ് മൂവിയാണ്. ഒരു വൺ ടൈം വാച്ചാവുള്ളൂ, അത് കുഴപ്പമില്ല. പടം അടിപൊളി പടം. സീറ്റേജ് ത്രില്ലറാ. പെർഫോമൻസ് എല്ലാം ടോപ്പ് നോച്ച്. ടോവിനൊക്കെ ഫൈറ്റ് സീൻ എല്ലാം നൈസ്. ലാസ്റ്റ് കുറേ സീൻസ് ഉണ്ട്, അടിപൊളിയാണ്. മൊത്തത്തിൽ എൻഗേജിങ് ആണ് പടം. എനിക്ക് വർക്കായി. എല്ലാവരും അടിപൊളിയാണ്. ആക്ഷൻ സീക്വൻസ് അടിപൊളിയാണ്. അതൊരു ഫ്ലൈറ്റിലെയും അങ്ങനെ ഒത്തിരി ആക്ഷൻസ് ഉണ്ട്, അത് അടിപൊളിയാണ്. അതെ അതെ അതെ. ടോവിനോൻ്റെ ഒരു ഡിഫറെൻറ്റ് പെർഫോമൻസ്, അത് ആ ARMന് ശേഷം പിന്നീട് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് അവൻ്റെ ക്യാരക്ടർ കൊണ്ടുപോയി. ലാസ്റ്റുള്ള ആ ഒരു ആക്ഷൻ പെർഫോമൻസ്, അവൻ്റെ റിയൽ ക്യാരക്ടർ പുറത്തോട്ട് വരുന്നത്, അതിനകത്ത് ഐ വാസ് റിയലി ത്രിൽഡ്. ടോവിനോ എന്നുള്ള ആക്ടറുടെ വേറൊരു പെർഫോമൻസാണ്. എവറിബഡി ആക്ടഡ് വെരി വെൽ. ഡയറക്ടേഴ്സും ക്യാമറാമാനും എല്ലാവരും പറഞ്ഞത് വെച്ചാൽ ഓവറോൾ എ ഫാന്റാസ്റ്റിക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. പിന്നെ ഒരു വലിയൊരു മെസ്സേജ് അതിനകത്താണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ അത്യാവശ്യമാണ് ഈ സമയത്ത്. അതാണ്. അതിപ്പം ഈ പടം കാണുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ സ്റ്റൈലാണ് ആ മേക്കിംഗ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹി ഹാസ് ഡൺ എ ഗുഡ് ജോബ് എന്ന്. നമ്മളും അതുപോലെ പടം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. എൻ്റെ പടം എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവർ പറയും. പക്ഷേ ഇവരുടെ പടം നരളിയിൽ ആൾക്കാരാണ്. നല്ല പടമാണ്. ഫുൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഫുൾ ത്രില്ലറും സസ്പെൻസും ഫൈറ്റും ഇമോഷൻസും എല്ലാം ഉണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. ഹെവിയാണ്. 10 out of 10. എല്ലാം അതിൻ്റെ എക്സ്ട്രീം പെർഫെക്ഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് ഒരു പോയിന്റ് പോലും മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. നമ്മളിങ്ങനെ എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയല്ലേ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നു പടം റിലീസ് ചെയ്യാൻ. സോ ഇങ്ങനെ എല്ലാവരും കൂടെ തിയേറ്ററിൽ കാണാൻ പറ്റിയ സന്തോഷത്തിലാണ്. ഫാൻറ്റാസ്റ്റിക്. എസ്പെഷ്യലി തൃഷ മാമിൻ്റെ കൂടെയൊക്കെ ഒരു നമ്മൾ ചെറുപ്പം തൊട്ടും കാണുന്ന ഒരു ആക്ടറാണല്ലോ. അപ്പോൾ അവരോട് വർക്ക് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. ടൊവിനോ ഓഫ് കോഴ്സ് ഹീസ് പ്രൂവിങ് ടൈം ആൻഡ് അഗൈൻ പുള്ളിയുടെ ഒരു വെർസിറ്റിലിറ്റി ആസ് എൻ ആക്ടർ. അപ്പോൾ അത് ഇതിലും കാണാൻ പറ്റും ഫോർ ഷുവർ. അത് ഞാൻ അധികം പറഞ്ഞ സ്പോയിലറായി പോകും. പക്ഷേ ഇതിൽ കുറേ സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയ സീക്വൻസ് അതാണ്. അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ്. ഒരു ആക്ഷൻ ഉണ്ടായിരുന്നില്ല. എഡ്ജ് ഓഫ് ദി സീറ്റ് എന്നൊക്കെ പറയാം. റിയലി നൈസ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ വേറെ ലെവൽ സാധനമാണ്. നിങ്ങൾ ഇതുവരെ മലയാളം സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും പോയി കാണണം. നമ്മുടെ ആ ഒരു ഇത്
തിയേറ്ററിൽ തന്നെ കാണാം ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ സൗണ്ടിൻ്റെ ആയാലും എല്ലാത്തിലും ആ ഒരു രീതിയിലാണ് എടുത്തേക്കുന്ന പടം. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. ആ ഒരു എൻഡിങ് 45 മിനിറ്റ്സ് സൂപ്പറാണ്. നിങ്ങൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ക്രൈം ത്രില്ലറാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ BGM കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൊവിനോ തൃഷ കോംബോയാണ്, അടിപൊളി സെറ്റ്. മലയാളത്തിൽ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു മേക്കിംഗ്, ഒരിക്കലും കണ്ണെടുക്കാൻ തോന്നില്ല, നമ്മളിങ്ങനെ കണ്ടിരിക്കും. എടുത്ത് പറയേണ്ടത് ജേക്സ്പിയറുടെ മ്യൂസിക്കും ഓരോ സീനിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു 60% ഉണ്ടെങ്കിൽ അതൊരു 90% ആക്കാൻ നമ്മുടെ ജേക്സ്പിയറുടെ BGM നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് മുതലേ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇൻ്റർവെൽ ആകുമ്പോഴും നല്ല വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ പക്ഷേ കുറേ കാര്യങ്ങൾ വന്നിട്ട് കുറച്ച് ഓവർ കൺഫ്യൂസിങ് പോലെ തോന്നി എനിക്ക്. ബട്ട് ക്ലൈമാക്സിനോടനുബന്ധിച്ച് നല്ലതായിരുന്നു. ക്ലൈമാക്സിനോടനുബന്ധിച്ച് ഒരു ഫ്ലൈറ്റ് സീക്വൻസ് ആക്ഷൻസ് ഒക്കെ ഉണ്ട്. മലയാള സിനിമയിൽ പൊതുവേ കണ്ടുവരവ് കുറവായിട്ടുള്ള ആ സീക്വൻസൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു കൺവിൻസിങ് രീതിയിൽ CG ആണെങ്കിലും മേക്കിംഗ് വൈസ് ആണെങ്കിലും നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു പക്ക ഒരു എന്താ പറയുക സീരിയസ് ത്രില്ലർ പ്ലസ് ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് സ്വാഗ് എല്ലാം. ടോവിനോ ഹാസ് ഡൺ എ ഗുഡ് ജോബ്. നമ്മുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണെന്നുള്ള തരത്തിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു വാർത്തകൾ. അത് എങ്ങനെയാണ്? അത് ഞാൻ പറയും, ഫ്ലൈറ്റ് സീക്വൻസിലെ ആക്ഷൻ സീക്വൻസ് നമ്മൾ പൊതുവേ മലയാളത്തിൽ കണ്ടുവരാത്തത് നല്ല ക്വാളിറ്റിയിൽ നല്ല കൺവിൻസിങ് രീതിയിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. സോ അതാ ഞാൻ പറഞ്ഞത്, ആ വയസ്സ് ലാസ്റ്റ് 20 മിനിറ്റ്സ് വാസ് ഗുഡ്. തൃശ്ശയ്ക്ക് എന്തോ ഒരു കാര്യമായ റോള് ലൈക്ക് നമ്മൾ പ്രതീക്ഷ അത്ര ഒന്നും തോന്നിയില്ല. ബാക്കി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി. എന്തായാലും തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക്, ആക്ഷൻ മൂവീസ് ആക്ഷൻ ഭയങ്കര ആക്ഷൻ അല്ല, ബട്ട് കുറച്ച് ഇറ്റ്സ് ഗുഡ്.